നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സ്ത്രീകളുടെ മാത്രം ചില പ്രത്യേകതകളും കഴിവുകളും എന്നതിനെ പറ്റിയാണ്. പുരുഷന്മാർക്ക് മാത്രമായി കുറേ പ്രത്യേകതകളുണ്ട്, കഴിവുകളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായി കുറേ പ്രത്യേകതകളുണ്ട്, കഴിവുകളുണ്ട്. അപ്പോൾ സ്ത്രീകളുടെ മാത്രം കഴിവുകളും പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുവാൻ കാരണം നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകാം, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ, നിങ്ങൾ പരിചയപ്പെടുന്ന സ്ത്രീകൾ എന്നിവരൊക്കെ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നതിനെപ്പറ്റി. അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങൾക്കും അറിയാൻ സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്ന്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്ത്രീകളുടെ കുറേ പ്രത്യേകതകളും കഴിവുകളും എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതാകാം, അറിയാത്തതാകാം, ഇനി അഥവാ പുതിയതായി അറിയുന്നതാവാം. ഒന്നാമതായി സ്ത്രീകളുടെ ചില പ്രത്യേകതകളിൽ ഒന്നാമതായി പുരുഷന്മാർ അറിയുവാൻ നിങ്ങളുടെ പെണ്ണിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ അവരോടൊപ്പം ചിലവഴിക്കുന്ന ക്വാളിറ്റി ടൈം അനുസരിച്ചാണ്. ഇത് ആരുമാകാം, ഭാര്യയാകാം, അമ്മയാകാം, കൂടെ വർക്ക് ചെയ്യുവാൻ ഉള്ളവരാകാം, അങ്ങനെ ആരുമാകാം. അവരുടെ മുഖത്ത് വിരിയുന്ന സന്തോഷം നിങ്ങൾ എത്ര സമയം അവരുമായി സ്പെൻഡ് ചെയ്യുന്നു അത്രയും അവർ സന്തുഷ്ടരായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ എത്ര സമയം അവർക്ക് നൽകുന്നു അതിനനുസരിച്ച് അവർക്ക് സന്തോഷമായിരിക്കുവാനും സാധിക്കും. നിങ്ങൾ എത്ര സമയം അവരിൽ നിന്ന് അകലം പാലിക്കുന്നു, അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല, അത്രയും അവർ നിങ്ങളിൽ നിന്ന് അകലും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അമ്മ, ഭാര്യ, മക്കൾ എന്നിവരൊക്കെ നിങ്ങൾ എത്രത്തോളം അവരുമായി സമയം സന്തോഷത്തോടെ ചിലവഴിക്കുന്നു അത്രത്തോളം അവരുടെ ചിരിയും വർദ്ധിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രത്യേകത, സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള മറ്റൊരു പ്രത്യേകത, മറ്റുള്ളവരുടെ വികാരങ്ങൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അവരുടെ ചേഞ്ച് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിക്കും. അവർ ഹാപ്പിയാണോ അല്ല മറ്റെന്തെങ്കിലും പ്രശ്നത്തിലാണോ എന്നുള്ളതൊക്കെ പുരുഷന്മാരെക്കാൾ വളരെ ഈസിയായി മറ്റുള്ളവരുടെ വികാരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ്. ഇനി അടുത്തതായി സ്ത്രീകളുടെ മാത്രം ചില പ്രത്യേകതകളിൽ മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ. അത് പൊതുവേ പറയാറുണ്ട് മനുഷ്യന്മാർ സംസാരത്തേക്കാൾ ബോഡി ലാംഗ്വേജാണ് കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ബോഡി ലാംഗ്വേജ് സ്ത്രീകളാണ് കൂടുതൽ ഉപയോഗിക്കുക എന്നുള്ളത്. സംസാരം കൂടുതലുണ്ട് സ്ത്രീകൾക്ക്, എന്നാൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ സ്ത്രീകൾക്കാണ് കഴിവ് കൂടുതൽ എന്നുള്ളത്. അത് അവരുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളതാണ്. ഇനി സ്ത്രീകളുടെ മാത്രം പ്രത്യേകതകളിൽ മറ്റൊന്ന്, പുരുഷന്മാർ അവരുടെ പ്രത്യേക ദിവസങ്ങൾ, അതായത് ആനിവേഴ്സറി, ബർത്ത്ഡേ അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ അവർ അധികമൊന്നും ഓർത്ത് വയ്ക്കാറില്ല. എന്നാൽ സ്ത്രീകളാകട്ടെ അവർ അതൊക്കെ വളരെയധികം ഓർമ്മിച്ച് വയ്ക്കും. അങ്ങനെ അവർ ഗിഫ്റ്റൊക്കെ കിട്ടിയാൽ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ അവർ തരുന്നവരിലേക്ക് അവർ കൂടുതൽ അടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. സർപ്രൈസ് ഗിഫ്റ്റൊക്കെ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് സ്ത്രീകൾ. ഇനി മറ്റൊരു പ്രത്യേകത സ്ത്രീകളുടേത്, പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് അപാരമായ ഓർമ്മശക്തി കൂടുതലാണ് എന്നുള്ളതാണ്. അതായത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എത്ര വർഷം കഴിഞ്ഞാലും അവർ ഓർത്തു വയ്ക്കുവാനും ഒന്നും അവർക്ക് ഒരു ബുദ്ധിമുട്ട് കാണില്ല. എന്ത് കാര്യങ്ങളും അവർ ഓർത്തു വയ്ക്കും എന്നുള്ളതാണ്. ഇനി സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകത, പുരുഷന്മാർ കൂടുതൽ ഓർത്തു വയ്ക്കുന്നത് അവരെന്നും ഇടപഴകുന്നവരെയൊക്കെ ആയിരിക്കും. എന്നാൽ സ്ത്രീകൾ ഓർത്തു വയ്ക്കുന്നത് അവരെ അവഗണിക്കുന്നവരെ ആയിരിക്കും എന്നുള്ളതാണ്.
അവരെ മൈൻഡ് ചെയ്യാത്തവരോട് അല്ലെങ്കിൽ അവരോട് ദേഷ്യം വെച്ച് പുലർത്തുന്നവർ, അവർക്ക് ഇഷ്ടമില്ലാത്തവരെയാണ് അവർ കൂടുതൽ ഓർത്ത് വയ്ക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് അവരെ ഒഴിവാക്കി പോകുന്നത് വരെ ചിലപ്പോൾ പറയുന്നത് കേൾക്കാം, മറക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ. ഒരു ബ്രേക്കപ്പൊക്കെ ആയാൽ സ്ത്രീകൾക്ക് അതൊന്നും അവരെ പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അവരെ ഒഴിവാക്കി പോകുന്നവരായിരിക്കും അവർ കൂടുതൽ ഓർക്കുന്നത്. അപ്പോൾ പിന്നീട് അവർ സാവധാനം ഇതിൽ നിന്ന് മനസ്സ് ഡിറ്റാച്ച്ഡ് ആകും എന്നുള്ളതാണ്. ഇനി ഈ സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വസ്ത്രധാരണയിലും ബ്യൂട്ടി കോൺഷ്യസ് ഏറ്റവും കൂടുതലാണ് അവർക്ക് എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന് പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളുടെ കാര്യം അറിയാൻ സാധിക്കും. ഒരു കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് പിന്നെ അടുത്ത വീട്ടിലെ കല്യാണത്തിന് അവർ ഉപയോഗിക്കില്ല എന്നുള്ളത് അധികം പേരും അങ്ങനെ ആയിരിക്കാം അത്. എന്നാൽ പുരുഷന്മാരാകട്ടെ അവർക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ഇന്ന് ഒരു കല്യാണത്തിന് പോയിരുന്നെങ്കിൽ പിന്നീട് മറ്റൊരു കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇടും. അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ ഡ്രസ് കോൺഷ്യസും ബ്യൂട്ടി കോൺഷ്യസും കൂടുതൽ ഉള്ളവരായിരിക്കും എന്നുള്ളത്. ഇനി സ്ത്രീകൾക്കുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് വിലയിരുത്തും എന്നുള്ളതാണ്. അതായത് മുൻവിധികൾ വളരെ കൂടുതലായിരിക്കും അവർക്ക്. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ തെറ്റാണെന്ന് തിരിച്ചറിയുവാൻ പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ കഴിവ് എന്നുള്ളതാണ്. ഇനി സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ അവർ കളിയാക്കുന്നുണ്ട്, ചിലപ്പോൾ എന്തെങ്കിലും ഇരട്ടപ്പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ട്, നിക്ക് നെയിം അങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങളെ കളിയാക്കിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുമായി ഒരു സൗഹൃദം അവർ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇനി സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ പ്രത്യേകമായി ഭൂരിഭാഗം സ്ത്രീകളും എന്താണെന്ന് വെച്ചാൽ മറ്റൊരു സ്ത്രീയെ പുകഴ്ത്തി പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒന്ന് പരീക്ഷിച്ചാൽ മനസ്സിലാവും, അവരെക്കാൾ സൗന്ദര്യം കൂടുതലാണ് മറ്റവർക്ക് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് തീരെ ഇഷ്ടമാകില്ല എന്നുള്ളതാണ്. അത് ഏത് സ്ത്രീയായാലും അത് പുരുഷന്മാർ അവരുടെ അമ്മയെ കൂടുതൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, നല്ല ഭക്ഷണമാണ് അവർ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ മിക്കവർക്കും അതുപോലും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. അതായത് മറ്റൊരു സ്ത്രീയെ പുകഴ്ത്തി പറയുന്നത് ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും ഇഷ്ടമാവാറില്ല എന്നുള്ളതാണ്. ഇനി സ്ത്രീകളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് പെട്ടെന്ന് ഈ വേദനകൾ പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അവരെ എന്തെങ്കിലും ചെറിയൊരു അടി കൊടുത്താൽ സ്ത്രീകൾ പറയും ഭയങ്കര വേദന എന്ന് പറയും. എന്നാൽ പുരുഷന്മാർ അത് അറിയുക തന്നെ ഉണ്ടാവില്ല. അതാണ് പറയുന്നത്, പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും എന്നുള്ളതാണ്. അതുപോലെ സ്ത്രീകൾക്ക് വേദന സഹിക്കാനുള്ള കഴിവും സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ്. അത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് കൂടുതൽ വേദന സഹിക്കുവാനുള്ള കഴിവും അവർക്കാണ് എന്നുള്ളതാണ്. ഈ സ്ത്രീകളിൽ കാണാൻ പറ്റുന്ന മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത, രാത്രിയിൽ സ്വപ്നം കാണുന്നത്. സ്ത്രീകൾ കൂടുതൽ സ്വപ്നം കാണും. രാത്രി കിടക്കുമ്പോൾ കാണും, ഉണരുമ്പോൾ കാണും, അതിൻ്റെ തുടർച്ചയായി പിന്നീടുള്ള രാത്രികളിലും കാണും. അങ്ങനെ സ്വപ്നം കാണുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ സ്ത്രീകളിൽ മറ്റൊരു പ്രത്യേകത ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി കൂടുതലാണ് സ്ത്രീകൾക്ക്. അതായത് രോഗപ്രതിരോധ ശേഷി കൂടുതൽ സ്ത്രീകൾക്കാണ്. അടുത്തതായി സ്ത്രീകളിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിസാര കാര്യങ്ങൾക്ക് കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നതും സ്ത്രീകളാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെറിയൊരു കാര്യം മതി അവർ അത് വലുതാക്കി മനസ്സിലിട്ട് വലുതാക്കി അതിനെ കൊണ്ടുവരും. അങ്ങനെ മാനസിക സമ്മർദ്ദം കൂടുതൽ അനുഭവിക്കുന്നവർ സ്ത്രീകളായിരിക്കും എന്നുള്ളതാണ്. ചെറിയ കാര്യമുണ്ടായാൽ പോലും സ്ത്രീകൾ അത് വലുതാക്കി കാണിക്കും എന്നുള്ളതാണ്.
പിന്നെ സ്ത്രീകൾ രണ്ട് ബ്രെയിനും ഒരുപോലെ ഉപയോഗിക്കും, ആവശ്യത്തിന് ഒരുപോലെ ഉപയോഗിക്കും എന്നുള്ളതാണ്. ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും ഒരുപോലെ ഉപയോഗിക്കും ആവശ്യത്തിന് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്മെല്ലിംഗ് കപ്പാസിറ്റി സ്ത്രീകൾക്ക് കൂടുതലാണ്. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ്. അവർക്ക് പെട്ടെന്ന് സ്മെല്ല് പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് കറികളിലായാലും അങ്ങനെ അവർ സ്മെല്ല് നോക്കി പെട്ടെന്ന് കറികളുടെ രുചിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി സെക്ഷൽ ലൈഫ് എടുത്തു നോക്കിയാൽ സ്ത്രീകളെ എല്ലാ ദിവസവും നിങ്ങളുടെ സ്ത്രീയെ ഒരു 20 സെക്കൻഡ് ഹഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കും. അവർക്ക് ഹാപ്പിനെസ്സും കോൺഫിഡൻസും വർദ്ധിക്കും എന്ന് പറയപ്പെടുന്നു. അതുപോലെ സ്ത്രീകൾ കൂടുതൽ കിസ് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നു. അതായത് അത് നെറ്റിയിൽ ഉമ്മ വയ്ക്കുവാൻ അവർ കൂടുതൽ താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് നെറ്റിയിൽ ചുംബിക്കുന്നത് വളരെ ഇഷ്ടം ആണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പുരുഷനേക്കാൾ എത്രയോ ഇരട്ടിയാണ് സ്ത്രീകൾക്ക് സെക്സിനോടുള്ള താല്പര്യം എന്ന് പറയുന്നു. സാവധാനമാണെങ്കിലും അവർക്ക് പുരുഷനേക്കാൾ സ്ത്രീകൾക്കാണ് കൂടുതൽ സെക്സിനോട് താല്പര്യം എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ സെക്സ് ആസ്വദിക്കുവാനുള്ള കഴിവും സ്ത്രീകൾക്കാണ് കൂടുതൽ എന്നും പറയുന്നു.